പെദ്ദി കണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിലോ ആവറേജ് മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിനിമ പടച്ചുവിട്ടെന്ന് തോന്നിപ്പോയി. 3 മണിക്കൂർ നല്ല കിടിലൻ വെറുപ്പിക്കലായിരുന്നു. അതിലും ഏറ്റവും വലിയ വെറുപ്പിക്കൽ എന്ന് പറയുന്ന ജാൻവി കപൂർ. സിനിമയിൽ എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെ എല്ലാം ക്ലീവേജും കാണിച്ച് നിൽക്കും. അത് അങ്ങനെ ഒരു ക്യാരക്ടർ. പുള്ളിക്കാരുടെ ഒരു ഇൻട്രോ ഉണ്ട്. അവിടെ വന്ന് സാരി ഊരുന്ന ആളാ. പിന്നീട് സിനിമ ഫുള്ള് എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെ എല്ലാം സാരി ഊരി ക്ലീവേജും കാണിച്ച് നിൽക്കും. അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു ക്യാമറമാൻ. കാരണം ഫേസിൽ ക്യാമറ വെച്ചിട്ട് കാര്യമില്ല, എക്സ്പ്രഷൻ കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്ലീവേജ് കാണിക്കാൻ വേണ്ടിയിട്ട് ബോഡി പാർട്സിൽ എവിടെയെല്ലാം ക്യാമറ വെക്കാൻ പറ്റും അവിടെ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. സിനിമ ഫുള്ള് അങ്ങനെ തന്നെയാണ്. ആകെ സിനിമയിൽ കൊള്ളാന്ന് എനിക്ക് തോന്നിയത് രാംചരനാണ്. കാരണം മൂപ്പര് നല്ല പട്ടി പണി എടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പെർഫോമൻസ് വൈസ് ആയാലും ശരി, ബോഡി ബിൽഡിംഗ് ആയാലും സ്പോർട്സ് ആയാലും കുറച്ച് കാര്യങ്ങളൊക്കെ മൂപ്പര് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ ഇങ്ങനെ ആയി പോയോണ്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 3 മണിക്കൂർ നല്ല കിടിലൻ വെറുപ്പിക്കലായിരുന്നു സിനിമ. വന്നവനും പോന്നവനും എല്ലാം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. എനിക്ക് ജാൻവിയോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിർത്തി വേറെ വല്ല പണിക്കുമ്പോൾ ഇങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം സിനിമയിൽ വരല്ലേ. എനിക്ക് ഓവറോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് പെദ്ദി തോന്നിയത്. എന്നാൽ നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.